പുരാതന ഗ്രീക്ക് കവിയായ ഹോമറിന്റെ ഇതിഹാസ കാവ്യമാണ് ഒഡീസി. 12,109 വരികളിൽ പടർന്നു കിടക്കുന്ന മഹാകാവ്യം. ഗ്രീക്കും ട്രോയും തമ്മിൽ നടന്ന യുദ്ധത്തിന് ശേഷമാണ് ഈ കാവ്യത്തിൽ പ്രതിപാദിക്കുന്ന കഥ നടക്കുന്നത്. ഇത്തക്കയിലെ രാജാവായ ഒഡീസിയസിന്റെ കഥ. ട്രോജൻ യുദ്ധാനന്തരം 12 കപ്പലുകളിൽ 600 സൈനികരുമായി ഒഡീസിയസ് ഇത്തക്കയിലേക്ക് മടങ്ങി. പക്ഷേ ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഓരോ ചൂടിലും പുതിയ വെല്ലുവിളികൾ, തിരിച്ചറിവുകൾ. 10 വർഷം നീണ്ട യുദ്ധത്തിന് ശേഷം ഒഡീസിയസിന്റെ കപ്പൽ വ്യൂഹം എത്തുന്നത് ത്രേഷ്യൻ ഗോത്രത്തിൽപ്പെട്ട സിക്കോണുകളുടെ നഗരമായ ഇസ്മാറയിലാണ്. യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാമഗ്രികൾ ഇവിടെ നിന്ന് ശേഖരിക്കാമെന്ന് ഒഡീസിയസ് തീരുമാനിച്ചു. അവർ ആ നഗരം ആക്രമിച്ചു, കൊള്ളയടിച്ചു, സ്ത്രീകളെ അടിമകളാക്കി. എന്നാൽ സിക്കോണുകളുടെ പ്രത്യാക്രമണത്തിൽ ഒഡീസിയസിന്റെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. അവർ തങ്ങളുടെ കപ്പലുകളിലേക്ക് പിൻവാങ്ങി. ശക്തമായ കൊടുങ്കാറ്റിൽ കപ്പലുകൾ ദിശ മാറിപ്പോകുന്നു. എത്തിപ്പെടുന്നതോ താമര ആഹരിക്കുന്നവരുടെ ദ്വീപിൽ. ഈ ചെടി ഭക്ഷിക്കുന്ന സൈനികർക്ക് തങ്ങളുടെ ജന്മനാടിനെ പറ്റിയുള്ള ഓർമ്മകൾ നഷ്ടമായി. അവർ അവിടെ തന്നെ തുടരാൻ ആഗ്രഹിച്ചു. ബലം പ്രയോഗിച്ചാണ് ഒഡീസിയസ് അവരെ കപ്പലിലേക്ക് തിരിച്ചെത്തിച്ചത്. അവിടെ നിന്നും യാത്ര തുടർന്ന ഒഡീസിയസും കൂട്ടരും പോളിഫീമസ് എന്ന ഒറ്റക്കണ്ണൻ രാക്ഷസന്റെ ദ്വീപിലാണ് എത്തുന്നത്. ഭക്ഷണ സാധനങ്ങൾക്കായി തിരയുന്നതിനിടയിൽ അവർ പോളിഫീമസിന്റെ ഗുഹയിൽ അകപ്പെടുന്നു. അവരിൽ 2 പേരെ വീതം പോളിഫീമസ് ഭക്ഷിക്കാൻ തുടങ്ങി. ബുദ്ധിയാണ് അവിടെ തുണയെന്ന് ഒഡീസിയസ് തിരിച്ചറിഞ്ഞു. രാത്രിയുറക്കത്തിൽ ആ രാക്ഷസന്റെ ഒറ്റക്കണ്ണ് കുത്തിപ്പൊട്ടിച്ചാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. എന്നാൽ ഈ പോക്കിനിടയിൽ തന്റെ പേര് ഒഡീസിയസ് ഉറക്ക വിളിച്ചു പറഞ്ഞത് വിനയായി. പോളിഫീമസ് തന്റെ പിതാവായ കടൽ ദേവൻ പൊസൈഡനോട് ഒഡീസിയസിനെ ശപിക്കാനായി പ്രാർത്ഥിച്ചു. പോളിഫീമസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒഡീസിയസിന്റെ കപ്പൽ വ്യൂഹം അടുത്തതായി നങ്കൂരമിടുന്നത് കാറ്റുകളുടെ ദേവനായ അയോലസിന്റെ അധീനതയിലുള്ള അയോലിയ ദ്വീപിലാണ്. അയോലസ് നല്ല ആതിഥേയനായിരുന്നു. അദ്ദേഹം 2 കൈയും നീട്ടി ഒഡീസിയസിനെയും കൂട്ടരെയും സ്വീകരിച്ചു. തിരികെ പോകുമ്പോൾ യാത്രയ്ക്ക് തടസ്സമായേക്കാവുന്ന എല്ലാ ശക്തമായ കാറ്റുകളെയും ഒരു സഞ്ചിയിലാക്കി ഒഡീസിയസിന്റെ നൽകുകയും ചെയ്തു. അനുകൂലമായ കാറ്റിൽ 9-ാം നാൾ അവർ ഇത്തക്കയുടെ തീരത്തിന് തൊട്ടടുത്തെത്തി. ഒഡീസിയസ് അതിനിടെ ഒന്ന് ഉറങ്ങിപ്പോയി. ആ തക്കത്തിന് അയോലസ് നൽകിയ സഞ്ചിക്കുള്ളിൽ സ്വർണമാണെന്ന് തെറ്റിദ്ധരിച്ച കൂട്ടാളികളിൽ ചിലർ അത് തുറന്നതോടെ ശക്തമായ കൊടുങ്കാറ്റ് വീശിയടിച്ചു. അവർ വീണ്ടും അയോലിയയിൽ ചെന്നടിഞ്ഞു. ഇത്തവണ പക്ഷേ അയോലസ് അവരെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല. ദൈവങ്ങളുടെ ശാപം ആ സംഘത്തിന് മുകളിലുണ്ടെന്ന് ദുർനിമിത്തങ്ങളിൽ നിന്ന് അയാൾ സംശയിച്ചു. അവരെ അയാൾ ആട്ടിപ്പായിച്ചു. നരഭോജികളായ രാക്ഷസന്മാർ താമസിക്കുന്ന ലൈസ്ട്രിഗോണിയയിലാണ് അവർ അടുത്തതായി എത്തിയത്. ആ രാക്ഷസന്മാർ വലിയ പാറക്കല്ലുകൾ കൊണ്ട് കപ്പലുകൾക്ക് നേരെ എറിഞ്ഞു. ഒഡീസിയസിന്റെ 12-ൽ 11 കപ്പലുകളും തകർന്നു. അവയിൽ ഉണ്ടായിരുന്ന മനുഷ്യരെയെല്ലാം രാക്ഷസന്മാർ കൊന്നുതിന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഒഡീസിയസിന്റെ കപ്പൽ മാത്രം. അവശേഷിച്ച ഒരേയൊരു കപ്പലുമായി ഒഡീസിയസ് ചെന്നെത്തിയത് സിർസി എന്ന മന്ത്രവാദിനിയുടെ ദ്വീപിലാണ്. അവളോ ഒഡീസിയസിന്റെ കൂട്ടാളികളെ ഭക്ഷണവും മദ്യവും കാട്ടി വശീകരിച്ച് തന്റെ വീട്ടിലെത്തിച്ചു. എന്നിട്ട് തന്റെ മന്ത്രവിദ്യയാൽ അവരെ പന്നികളാക്കി മാറ്റി. തന്റെ സംഘത്തെ രക്ഷിക്കാനായി ഒഡീസിയസ് ഇറങ്ങിത്തിരിച്ചു. വഴിയിൽ അയാളെ ഹെർമിസ് ദേവൻ തടഞ്ഞു. ആപത്തിനെ പറ്റി സൂചന നൽകി. മോളി എന്ന മാന്ത്രിക സസ്യം സമ്മാനിക്കുകയും ചെയ്തു. സിർസിയുടെ വീട്ടിലെത്തിയ ഒഡീസിയസ് ഹെർമിസിന്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചു. ഈ മാന്ത്രിക സസ്യത്തിന്റെ സഹായത്തോടെ ഒഡീസിയസ് സിർസിയെ കീഴടക്കി. സൈന്യം പഴയ രൂപം പ്രാപിച്ചു. അതിനിടയിൽ സിർസിയും ഒഡീസിയസും പ്രണയത്തിലായി. 1 വർഷത്തോളം ഒഡീസിയസും കൂട്ടരും ആ ദ്വീപിൽ കഴിഞ്ഞു. തിരികെ ഇത്തക്കയിലേക്ക് പോകാനായി തുനിഞ്ഞ ഒഡീസിയസിനോട് അന്ധനായ പ്രവാചകൻ ടൈറേസിയാസിനെ കണ്ട് ഉപദേശം തേടാൻ സിർസി ആവശ്യപ്പെട്ടു. ടൈറേസിയാസ് വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകി. സൂര്യദേവനായ ഹീലിയോസിന്റെ വിശുദ്ധ പശുക്കളെ തൊട്ടുപോകരുതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഒഡീസിയസും സംഘവും യാത്ര തുടർന്നു. സൈറനുകളുടെ ദ്വീപാണ് അടുത്തതായി കടന്നു പോകേണ്ടത്. കപ്പൽ ദ്വീപിനോടടുത്തു. കാറ്റ് പതുക്കെയായി. സൈറനുകൾ പാടാൻ തുടങ്ങി. നാവികരെ മരണക്കയത്തിലേക്ക് എടുത്തു ചാടാൻ പ്രലോഭിപ്പിക്കുന്ന ശബ്ദം. സിർസിയുടെ ഉപദേശപ്രകാരം ഒഡീസിയസ് കൂട്ടാളികളുടെ ചെവികൾ മെഴുകുകൊണ്ടടച്ചു. തന്നെ കപ്പൽ സ്തംഭത്തിൽ ബലത്തിൽ കെട്ടിയിടാൻ ആവശ്യപ്പെട്ടു. താൻ എത്ര കരഞ്ഞു വിളിച്ചാലും ദ്വീപ് കടക്കും വരെ തന്നെ അഴിച്ചുവിടരുതെന്ന് പ്രത്യേകം അവർക്ക് നിർദ്ദേശം നൽകി. സൈറനുകളുടെ പാട്ട് കേട്ടു തുടങ്ങി. അവരുടെ പാട്ടിൽ ഒഡീസിയസിന്റെ ഉള്ളു നുറുങ്ങി. പതിയെ ആ പാട്ട് ഏറെ അകലെയായി. പക്ഷേ അപകടങ്ങൾ അവസാനിച്ചിരുന്നില്ല. മുന്നോട്ട് കുതിച്ച കപ്പൽ ചെന്നുപെട്ടത് കരിബ്ഡസ് എന്ന ഭീമൻ ചുഴിക്ക് മുന്നിലാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആകെയുള്ള വഴി ഒരു കടലിടുക്കാണ്. പക്ഷെ അവിടെയാണ് 6 തലയുള്ള സില്ല എന്ന കടൽ രാക്ഷസൻ പാർക്കുന്നത്. ചെകുത്താനും കടലിനും നടുവിലെന്ന് കേട്ടിട്ടില്ലേ? ആ അവസ്ഥ. എന്തായാലും അപകടമാണ്. എന്നാൽ കുറഞ്ഞ അപകടം തിരഞ്ഞെടുക്കാമെന്നായി ഒഡീസിയസ്. സില്ലയുടെ വഴിയെ കപ്പൽ നീങ്ങി. തന്റെ 6 മികച്ച കൂട്ടാളികളെ അവൾക്കിരയായി നൽകി. മറ്റുള്ളവരെ ഒഡീസിയസ് രക്ഷിച്ചു. പ്രതികൂലമായ കാറ്റിൽ അവർക്ക് വീണ്ടും ദിശ മാറി. എത്തിപ്പെട്ടത് ഹീലിയോസിന്റെ വിശുദ്ധ പശുക്കൾ മേയുന്ന ത്രിനാഷിയ ദ്വീപിൽ. ടൈറേസിയാസിന്റെ മുന്നറിയിപ്പ് ഒഡീസിയസ് കൂട്ടാളികളെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ആ പശുക്കളെ തുടരുത്. പക്ഷേ കാര്യമുണ്ടായിരുന്നില്ല. വിശന്നു വലഞ്ഞ അവർ ഒഡീസിയസ് ഉറങ്ങുന്ന സമയത്ത് ഹീലിയോസിന്റെ വിശുദ്ധ പശുക്കളെ കൊന്നുതിന്നു. സിയൂസിന്റെ കോപത്തിന് അവർ പാത്രമായി. സിയൂസ് അവരുടെ കപ്പലിന് നേരെ ഇടിമിന്നൽ അയച്ചു. കപ്പൽ തകർന്നു.
ഒഡീസിയസ് ഒഴികെ മറ്റെല്ലാവരും മരിച്ചു. അയാൾ ഒറ്റയ്ക്കായി. ഇനി ഈ യാത്ര അയാളുടേത് മാത്രമാണ്. പ്രതിസന്ധികളും ഒഴുക്കിൽപ്പെട്ട ഒഡീസിയസ് കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ പിടിച്ച ജലദേവതയായ കലിപ്സോയുടെ ഒജീജിയ എന്ന ദ്വീപിലാണ് എത്തിച്ചേർന്നത്. കലിപ്സോ അവനിൽ അനുരക്തയായി. ഒഡീസിയസിനെ അവൾ 7 വർഷത്തോളം അവിടെ തടവുകാരനായി പാർപ്പിച്ചു. വീണ്ടും ഹെർമിസിന്റെ ഇടപെടൽ. സിയൂസിന്റെ ഉത്തരവ് പ്രകാരം കലിപ്സോ ഒഡീസിയസിനെ മോചിപ്പിച്ചു. ഒഡീസിയസ് ഒരു ചെങ്ങാടം നിർമ്മിച്ച് യാത്ര തുടർന്നു ഇത്തക്കയിലേക്ക്. എന്നാൽ ജലദേവനായ പൊസൈഡൻ വില്ലനായി. തന്റെ മകനെ അന്ധനാക്കിയ ഒഡീസിയസിനെ വെറുതെ വിടാൻ പൊസൈഡൻ ഒരുക്കമായിരുന്നില്ല. ജലദേവൻ ആ ചെങ്ങാടം തകർത്തു. പക്ഷേ ഒഡീസിയസ് നീന്തി രക്ഷപ്പെട്ടു. നീന്തി ഭീഷക്കാരുടെ നാടായ ഷെറിയയുടെ തീരത്തെത്തി. അൽസിനൂസ് രാജാവും നൗസിക്ക രാജകുമാരിയും അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വീകരിച്ചു. കൊട്ടാരത്തിലെ വിരുന്നിനിടയിൽ ഒഡീസിയസ് തന്റെ 10 വർഷത്തെ സാഹസിക യാത്രയുടെ കഥകൾ അവരോട് വിവരിച്ചു. കഥ കേട്ട് മനസ്സലിഞ്ഞ അവർ ഒഡീസിയസിന് ധാരാളം സമ്മാനങ്ങൾ നൽകി. തന്റെ മാന്ത്രിക കപ്പലിൽ അദ്ദേഹത്തെ നാട്ടിലേക്ക് അയച്ചു. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒഡീസിയസ് ഇത്തക്കയുടെ മണ്ണിൽ കാലുകുത്തി. കടലുപോലെ കരയും സംഘർഷഭരിതമായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങൾ അതീവ രഹസ്യമായി ഒഡീസിയസ് മനസ്സിലാക്കി. വർഷങ്ങളോളം നാഥനില്ലാതെ കിടന്ന രാജ്യത്തെ ജനങ്ങൾ പരിഭ്രാന്തിയിലായിരുന്നു. അത് ചിലർ മുതലാക്കാൻ ശ്രമിച്ചു. റാണിയെയും അതുവഴി രാജ്യവും സ്വന്തമാക്കാൻ പ്രഭുക്കന്മാർ കച്ച കെട്ടിയിറങ്ങി. പക്ഷേ ഭർത്താവിനോട് വിശ്വാസ്യത പുലർത്തിയിരുന്ന ബുദ്ധിശാലിയായ പെനലോപ്പി റാണി 2 തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഭർത്തൃപിതാവായ ലായർട്ടിസിന്റെ ശവക്കച്ച ചൂണ്ടി പ്രഭുക്കളോട് അവർ ഇത്രമാത്രം പറഞ്ഞു: ഈ നെയ്ത്ത് പൂർത്തിയാക്കിയ ശേഷം വിവാഹം കഴിക്കാം. പകൽ മുഴുവൻ പെനലോപ്പി നെയ്തു. രാത്രി അതെല്ലാം അഴിച്ചു കളഞ്ഞു. 3 വർഷം ഇങ്ങനെ കടന്നുപോയി. പക്ഷെ ഒരു നാൾ ദാസിമാരിൽ ഒരാൾ അവരെ ഒറ്റി. പക്ഷേ കീഴടങ്ങാൻ അവർ ഒരുക്കമായിരുന്നില്ല. അസാധ്യമായ മറ്റൊരു വെല്ലുവിളി അവർ പ്രഭുക്കന്മാർക്ക് മുന്നിൽ വെച്ചു. ഒഡീസിയസിന്റെ കൂറ്റൻ വില്ലുപയോഗിച്ച് ഒരേ നിരയിൽ വെച്ചിരിക്കുന്ന 12 കോടാലികളുടെ തലപ്പുകളിലെ ദ്വാരങ്ങളിലൂടെ അമ്പെയ്ത് കടത്തിവിടണം. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ആളെ വിവാഹം ചെയ്യുമെന്ന പെനലോപ്പി ഉറപ്പ് കൊടുത്തു. മത്സരം തുടങ്ങി. ഒഡീസിയസിന്റെ വില്ലൊന്ന് കുലയ്ക്കാൻ പോലും പലർക്കും സാധിച്ചില്ല. ഒടുവിൽ ഒരു യാചകൻ മത്സരവേദിയിലേക്ക് എത്തി. വില്ല് കുലച്ചു, അമ്പെയ്തു. എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ യാചകൻ ആ വേഷം അഴിച്ചു മാറ്റി. അവരുടെ കൺമുന്നിലതാ ഒഡീസിയസ്. അഥീനാദേവതയുടെയും മകൻ ടെലിമാക്കസിന്റെയും സഹായത്തോടെ അദ്ദേഹം പെനലോപ്പിയെ സ്വന്തമാക്കാൻ നോക്കിയ ക്രൂരന്മാരായ പ്രഭുക്കന്മാരെ എല്ലാം വധിച്ചു. തന്റെ സിംഹാസനം വീണ്ടെടുത്തു. ഇതാണ് ഹോമർ പാടിയ ഇതിഹാസ കാവ്യത്തിലെ ഒഡീസിയസിന്റെ സാഹസിക യാത്ര.